പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗസ്ഥനായ പിതാവേ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ആശ്രയിക്കുന്നത് ഈ കടലിനെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അതുകൊണ്ട് വളർത്തിയിരുന്നത് സുവിശേഷം പ്രഘോഷിക്കുകയും അതിനെ തുടർന്ന് ആഴത്തിലേക്ക് നീക്കി മലയിറക്കുവാൻ പത്രോസിനോട് കൽപ്പിച്ച അത്ഭുതകരമായ മത്സ്യം പിടിക്കുവാൻ അവരെ സഹായിച്ചവരാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. ഉദ്ധാനം കഴിഞ്ഞ് വീണ്ടും മത്സ്യബന്ധനത്തിലെത്തി ഒന്നും കിട്ടാതെ അപ്പോസ്തലന്മാരെ കാത്തിരിക്കുന്ന കടൽത്തീരത്ത് കാത്തിരിക്കുന്ന ഉയർത്തലിലേക്ക് നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധമുള്ള കടലുമായി ഏറെ ബന്ധമുള്ള വ്യക്തിയായിരുന്നു യേശു. നമുക്ക് ഇന്ന് നമ്മുടെ ഇടവകയിലെ എല്ലാ മത്സ്യബന്ധനങ്ങളെയും എല്ലാ മത്സ്യബന്ധന ഉപകരണങ്ങളെയും ഈ കടലിനെയും ആസ്വദിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ലഹീനെ വിയർത്തുകൊണ്ട് അപ്പം നേടണമെന്ന് ആദിപിതാവായ ആദത്തോട് അരുളി ചെയ്ത കാരുണ്യവാനായ കർത്താവേ, ഈ കടലിനെ അങ്ങ് ആസ്വദിക്കണമേ. ഈ കടലിൽ ഉപജീവനത്തിനായി പോകുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ആഴത്തിലേക്ക് വലയിറക്കുവാൻ ശിഷ്യന്മാരോട് ആജ്ഞാപിക്കുകയും ധാരാളം മീൻ പിടിക്കുവാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്ത വിശുദ്ധായി ഞങ്ങൾക്ക് ആവശ്യമായ മത്സ്യം ഈ കടലിൽ നിന്ന് ശേഖരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണം. ഈ കടലിൽ മത്സ്യബന്ധനത്തിനായി പോകുമ്പോൾ കടലിൽ പതിയിരിക്കുന്ന എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും സുരക്ഷിതരായി തിരികെ എത്തിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അധ്വാന ഫലങ്ങളെല്ലാം അവയുടെ ദാനമാണെന്ന സത്യം ഗ്രഹിച്ച് അവയോട് എന്നും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുകയുമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവം തന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. ലോകൈക ഗുരുവായ ക്രിസ്തു നിത്യജീവന്റെ വചനങ്ങൾ കൊണ്ട് നിങ്ങളെ പ്രബുദ്ധരാക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവായ ദൈവം സമസ്ത സത്യങ്ങളെയും കുറിച്ചുള്ള അറിവിലേക്ക് നിങ്ങൾ ആനയിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം ഈ കടലിനെയും നമ്മെ ഓരോരുത്തരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.